വിശദമായി തന്നെ നോക്കാം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. +2 വിജയശതമാനം 78.68. കഴിഞ്ഞ വർഷത്തേക്കാൾ 4.26% കുറവാണ് രേഖപ്പെടുത്തിയത്. 2024 മാർച്ച് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2024 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,74,755 പേർ പരീക്ഷ എഴുതി. 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം 78.69%. കഴിഞ്ഞ വർഷം ഇത് 82.95%. 4.26% കുറവാണ്. വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. സൂര്യഗായത്രി, ഇത്തവണത്തെ വിജയശതമാനം 78%. കഴിഞ്ഞ വർഷത്തേക്കാൾ 4% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് വിജയശതമാനം? ശ്രുതി, അങ്ങനെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലവും ഇന്നിപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 78.69% വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ശതമാനം കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം ഹയർ സെക്കൻഡറി തലത്തിൽ നേടിയത്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് വിജയശതമാനം നേടിയ ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. 71.42% പേരാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉപരിപഠനത്തിന് ഇന്നിപ്പോൾ യോഗ്യത നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇത്തവണ വിജയശതമാനം 80-ൽ താഴെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 70 സർക്കാർ സ്കൂളുകളാണ് 100% വിജയത്തിലേക്ക് ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷാ തലത്തിൽ എത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് മന്ത്രി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സർക്കാർ സ്കൂളുകളിൽ 100% വിജയം നേടിയ എണ്ണത്തിലുണ്ടായ കുറവ് ഒരു അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് അന്വേഷിക്കുമെന്ന രീതിയിൽ മന്ത്രി ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അത് അന്വേഷിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളിൽ 100% വിജയം കുറയുന്നതെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 2,94,888 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുള്ളത്. ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ എണ്ണം 39,242 ആയി ഉയർന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ A+ നേടിയ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. 84.12 വിജയശതമാനമാണ് കൂടുതൽ നേടിയിട്ടുള്ളത്. എറണാകുളം ജില്ല മുന്നിലെത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഏറ്റവും വിജയശതമാനത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല വയനാടാണ്. ഈ 17 എയ്ഡഡ് സ്കൂളുകളും 27 അൺഎയ്ഡഡ് സ്കൂളുകളുമാണ് 100 മേനി വിജയം നേടിയിരിക്കുന്നത്. ഈ എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളുകളുടെ എണ്ണത്തിലും വർധനവുണ്ടാവുകയും സർക്കാർ സ്കൂളുകളിൽ 100% വിജയം നേടിയതിൽ എണ്ണം കുറവ് കാണിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രി അന്വേഷണത്തിനായി ഉത്തരവ് ഇപ്പോൾ അന്വേഷിക്കുമെന്ന ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 71.42% പേരാണ് ഉപരിപഠനത്തിന് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുള്ളത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 6.97% ഒരു കുറവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ടോട്ടൽ ശതമാനം എടുത്തു നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. 251 വിദ്യാർത്ഥികളാണ് മുഴുവൻ വിഷയത്തിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ A+ നേടിയിട്ടുള്ളത്. 12 സ്കൂളുകൾ 100% വിജയം ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൈവരിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂല്യനിർണ്ണയത്തിൽ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് മന്ത്രി സൂചിപ്പിച്ചത്. കൂടാതെ തന്നെ ഈ ഹയർ സെക്കൻഡറി വിഭാഗം സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂൺ 12 മുതൽ 20 വരെ നടത്തുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മെയ് 13-നാണ് അപേക്ഷ 13 വരെയാണ് അയക്കാനുള്ള ഒരു സമയം തന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 ദിവസം കൂടി കൂട്ടി മെയ് 15 വരെ നീട്ടിയിട്ടുണ്ട്. ശ്രുതി, വ്യക്തമാണ്. ഇത്തവണത്തെ വിജയശതമാനം 78.68%. കഴിഞ്ഞ വർഷത്തേക്കാൾ 4% കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്.